ഫോണിലേക്ക് വരുന്ന നിരന്തരമായ ഫോൺ കോളുകൾക്കും ഇങ്ങനെ ഫോൺ കോളിലൂടെ വരുന്ന പരസ്യങ്ങൾക്കും പ്രധാന കാരണം നമ്മൾ തന്നെ ഫോണിൽ ഓണാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സെറ്റിങ്സ് ആണ്. നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് സേവ് ആക്കി വെച്ച ഈ സെറ്റിങ്സ് ആണ്. ഇതാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ചോർത്തപ്പെടുവാനും നമ്മുടെ എല്ലാ ഫോൺ കോളുകളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും പ്രധാന കാരണമായി തീരുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പ്രോബ്ലം ഇത്രയും വരുത്തി വെച്ചത്. എന്നാൽ നമുക്ക് വിശദമായ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ആദ്യം ഫോൺ ഓപ്പൺ ചെയ്യുക. അതോടെ ആപ്ലിക്കേഷനെല്ലാം വന്നതായി കാണാൻ സാധിക്കും. അവിടെ കാണുന്ന ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ നേരെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. അവിടെ സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ വീണ്ടും ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതോടെ നേരെ താഴെയായി അഡ്രസ് ആൻഡ് മോർ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് അഡ്രസ് എന്നതിന് താഴെയായി നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അറിയാതെ ആഡ് ചെയ്ത് കൊടുത്ത ഈ ഫോൺ നമ്പറാണ് നമ്മുടെ ഫോണിലേക്ക് നനച്ചിരിക്കാത്ത സമയത്ത് ഓരോ ഫോൺ കോളുകൾ വന്ന് നമുക്ക് ശല്യമാകുന്നത്. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ ആ ഫോൺ നമ്പർ കാണാത്തത്. എങ്ങനെ ഒഴിവാക്കാമെന്നും ഇതെങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. അതിനായി നിങ്ങൾ ആഡ് അഡ്രസ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടെ അവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കും. നെയിം, സ്ട്രീറ്റ്, ടൗൺ, പിൻകോഡ്, നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നേരെ താഴെയായി സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇതിങ്ങനെ സേവായി കിടക്കുകയും ആ ഫോൺ നമ്പർ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ആഡായി കിടക്കുകയും ചെയ്യും. ഇതുവഴി നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ അറിയാത്ത സമയത്ത് ഫോൺ കോളുകൾ വരുന്നത്. എൻ്റെ കൂട്ടുകാർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേരെ താഴെ കാണുന്ന ഡിലീറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡിലീറ്റ് ആക്കുക. അങ്ങനെ ഡിലീറ്റ് ആക്കി കൊടുത്താൽ മാത്രം പോരാ, ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ലൈക്കും ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ. അതിനായി ചെയ്തു കൊടുക്കേണ്ടത് സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്നുള്ളൊരു ഓപ്ഷൻ ഓണായി കിടക്കുന്ന കാണാം. അതൊന്ന് ഓഫാക്കി കൊടുക്കുക. അതോടെ നിങ്ങളുടെ ഫോണിൽ ആഡായി കിടന്ന ആ ഫോൺ നമ്പർ അവിടെ നിന്നും ഡിലീറ്റ് ആകുന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ആഡാക്കിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യുക. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉള്ള കാര്യം മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ.